നിക്കാഹു സുന്നതി വമൻ അഹബ്ബ ഫിത്റതി ഫൽയസ്തുന്ന ബിസുന്നതി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്, അന്നിക്കാഹു സുന്നതി, നിക്കാഹ് എന്നത് എൻ്റെ ചര്യയാണ്, നിക്കാഹ് എന്നത് എൻ്റെ ചര്യയാണ്. അർബഅത്തും മിൻ സുനനിൽ അംബിയാ, 4 കാര്യങ്ങൾ അംബിയാക്കളുടെ ചര്യയിൽ പെട്ടതാണെന്ന് പറഞ്ഞില്ലേ? 4 കാര്യങ്ങൾ അംബിയാക്കളുടെ രീതിയാണ്. അതിലൊന്ന് പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, അന്നിക്കാഹ്, നിക്കാഹാണ്. അത് അംബിയാക്കളുടെ ചര്യയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കണം. വമൻ അഹബ്ബ ഫിത്റതി ഫൽയസ്തുന്ന ബിസുന്നതി. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിക്കാഹിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബറക്കത്ത് മുറിഞ്ഞു പോകാൻ കാരണമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിക്കാഹിന്റെ സദസ്സിലൊക്കെ പലപ്പോഴും വല്ലാത്ത കൂത്താട്ടങ്ങൾ ഉണ്ടാവും, വല്ലാത്ത പാട്ടും കൂത്താട്ടവും ഒക്കെ ഉണ്ടാകും. കല്യാണത്തിന് പാടാം, നിക്കാഹിന് പാടാം, അതൊക്കെ അതിൻ്റെ ഒരു മാന്യതയുടെ പരിധിയിൽ നിന്നുകൊണ്ടാവണം. മാന്യതയുടെ സീമകൾ ലംഘിച്ചുകൊണ്ടാകുമ്പോഴാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നത്. കല്യാണ വീട്ടിൽ പാട്ട് പാടിക്കൂടെ? കല്യാണ വീട്ടിൽ പാട്ട് പാടാമല്ലോ. എന്തേ നല്ല പാട്ട് പാടുന്നതിന് കുഴപ്പം? കല്യാണ വീട്ടിൽ നല്ല മനോഹരമായ മജ്ലിസുന്നൂർ, നല്ല നല്ല മാപ്പിളപ്പാട്ടുകൾ, നല്ല നല്ല സന്തോഷത്തിന്റെ പാട്ടുകൾ, അതിനൊന്നും ഒരു വിരോധവുമില്ല. പക്ഷെ ഇസ്ലാമിന്റെ സീമകൾ ലംഘിച്ചുകൊണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാവണം. അതിനപ്പുറമാകുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും നമ്മളെപ്പോഴും ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ഒന്നാമത് പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനിന്റെ കാര്യം തന്നെയാണ്. കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി നിക്കാഹ് നടക്കാറുണ്ട് എന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ദീനിന്റെ കാര്യമാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ലാ തസവ്വിജുൻ നിസാഅ ലിഹുസ്നിഹിന്ന. കേവലം സൗന്ദര്യം മാത്രം നോക്കി നിങ്ങൾ നിക്കാഹ് ചെയ്യാൻ പാടില്ല, വിവാഹം ചെയ്യരുത്. ലാ തുസവ്വിജുൻ നിസാഅ ലിഹുസ്നിഹിന്ന. ആ ഭൗതികമായ പ്രത്യക്ഷത്തിൽ കാണുന്നൊരു ചുറുക്കുണ്ടല്ലോ, ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ വിവാഹം ചെയ്യരുത്. എന്തേ കാര്യം? ഫഅസാ ഹുസ്നുഹുന്ന അൻ യുർദിയഹുന്ന. ഈ സൗന്ദര്യം എപ്പോഴാണ് നശിക്കുക എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴും സൗന്ദര്യം നഷ്ടപ്പെടാമല്ലോ. ഒന്നും വേണ്ട, നല്ല ചൊറുക്കുള്ള സൗന്ദര്യമുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു ക്യാൻസർ ബാധിച്ചു അവന്റെ ചുണ്ടിന് അല്ലെങ്കിൽ കവിളിന് അല്ലെങ്കിൽ കണ്ണിന്, പിന്നെ ആ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ളൊരവസ്ഥ എന്തായിരിക്കും? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ലാ തുസവ്വിജുൻ നിസാഅ ലിഹുസ്നിഹിന്ന. കേവലം ഭൗതിക സൗന്ദര്യം നോക്കിയിട്ട് നിങ്ങൾ വിവാഹം ചെയ്യണ്ട. ഫഅസാ ഹുസ്നുഹുന്ന അൻ യുർദിയഹുന്ന. എപ്പോഴാണ് ഈ സൗന്ദര്യം നഷ്ടപ്പെടുക എന്ന് പറയാൻ കഴിയില്ല. വലാ തുസവ്വിജൂഹുന്ന ലിയംവാലിഹിന്ന. പണം കണ്ട് പത്രാസ് കണ്ട് വിവാഹം ചെയ്യണ്ട. ഫഅസാ അംവാലുഹുന്ന അൻ യുതിയഹുന്ന. പണം കൊണ്ട് അവർക്കൊരു പക്ഷെ നാശമുണ്ടാവാം, അല്ലെങ്കിൽ അവർ പിന്നീട് ദരിദ്രരായി മാറാം. അതൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊന്നുമല്ല അടിത്തറ. പിന്നെയോ വലാകിൻ തസവ്വജൂഹുന്ന അലദ്ദീൻ.
ദീൻ, പരിശുദ്ധമായ ദീനാകണം വിവാഹത്തിന്റെ മാനദണ്ഡമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശ്രദ്ധിക്കണം. ദീന് നോക്കിയിട്ടില്ലെങ്കിൽ കേവലം സമ്പത്തും സൗകര്യങ്ങളും നോക്കിയിട്ട് തൻ്റെ മകളെ ഒരുത്തന് ബാപ്പ കല്യാണം കഴിച്ചു കൊടുത്തു. ബാപ്പാനോട് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ഇങ്ങനെ ചെറിയൊരു മദ്യപാനൊക്കെ അവനിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, വേണ്ടാത്ത ചില സ്വഭാവങ്ങളൊക്കെ അവനിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആള് വലിയ കമ്പനിയുടെ ഓണറാ, വലിയ സമ്പന്നനാ, വലിയ ആളാ, മാസത്തിൽ ലക്ഷങ്ങൾ കൊയ്തെടുക്കുന്ന ആളാ. ഇത് ബാപ്പാക്കറിയാം. അപ്പോൾ പിന്നെ ബാപ്പ അപ്പുറമൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഈ മകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? ഒരു പക്ഷെ കൊട്ടാര സമാനമായൊരു വീടുണ്ടാകും. ആ വീട്ടിനുള്ളിൽ ഉള്ളുരുകി കഴിയേണ്ടി വരും. സങ്കടങ്ങളുടെ കഥകൾ മാത്രമേ അവൾക്ക് പറയാനുണ്ടാകൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാക്കട്ടെ. മാനദണ്ഡം ദീനാകണം. ഇൻജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ ഫഇല്ലാ തകും ഫിൽ അർളി ഫസാദുൻ നരീൽ. ഉപ്പമാരെ, ഉമ്മമാരെ, ശ്രദ്ധിക്കണം ഈ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പെൺമക്കൾക്കൊരു വരനെ തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് മാനദണ്ഡം? എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? അവന്റെ ജോലി മാത്രം നോക്കിയാൽ മതിയോ? ജോലി നോക്കിക്കോളൂ, പക്ഷെ ജോലി മാത്രം നോക്കിയാൽ പോരാ. അവന്റെ സമ്പത്ത് നിങ്ങൾ നോക്കിക്കോളൂ, പക്ഷെ സമ്പത്ത് മാത്രം നോക്കിയാൽ പോരാ. നിഅമൽ മാലു സ്വാലിഹ് ഫീ യദി റജുലി സ്വാലിഹ്. സാലിഹായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ കയ്യിലുള്ള പണം എത്ര വലിയ ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ പൊന്നോമന പുത്രിക്ക് മകൾക്കൊരു വരനെ തേടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇൻജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു. നിങ്ങളുടെ മകൾക്ക് വിവാഹാഭ്യർത്ഥനയുമായി ഒരുത്തൻ വന്നു. അവന്റെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ സംതൃപ്തരാണ്, അവന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിലും സംതൃപ്തരാണ്, സ്വൽസ്വഭാവിയാണ്, ദീനുള്ള ആളാണ് എങ്കിൽ ഫസവ്വിജൂ, നിങ്ങൾ നിങ്ങളുടെ മകളെ അവന് നിക്കാഹ് ചെയ്തു കൊടുത്തോളൂ, വിവാഹം ചെയ്തു കൊടുത്തോളൂ. അപ്പോൾ സമാധാനം ഉണ്ടാവും, അപ്പോൾ സന്തോഷം ഉണ്ടാവും. ഒരു ബാപ്പ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി മകൾക്കൊരു 18 വയസ്സായപ്പോ വലിയ പ്രതീക്ഷയോടുകൂടെ ഒരുത്തനെ കണ്ടുപിടിച്ച് അവനിലേക്ക് ബാപ്പ മീസാക്കൻ ഖലീല, അതിശക്തമായ ഉടമ്പടി എന്ന് ഖുർആൻ പറഞ്ഞ നിക്കാഹിലൂടെ അവനെ ഏൽപ്പിക്കാൻ. അതിനൊരുപാട് സാമ്പത്തിക ചെലവുകൾ ഉണ്ടാകാം, അതുമായി ബന്ധപ്പെട്ട പല ടെൻഷനുകൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ബാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ട്, പഠിച്ചവന് എൻ്റെ മോളെ കെട്ടിച്ചയച്ച വീട്ടിൽ സന്തോഷത്തിലാക്കണേ റബ്ബേ, അവിടെ നല്ല റാഹത്ത് അവൾക്ക് കിട്ടണേ റബ്ബേ. ഇതായിരിക്കുമല്ലോ 99% മാതാപിതാക്കളുടെയും മനസ്സിന്റെ പ്രാർത്ഥന. എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ സഹിച്ചിട്ട് അവളെ വിവാഹം ചെയ്തയച്ചു. ആ വീട്ടിൽ മര്യാദയ്ക്ക് തിന്നാനില്ല, മര്യാദയ്ക്ക് കുടിക്കാൻ കിട്ടണില്ല, ആളുകൾക്കിടയിൽ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമില്ല. അവൻ്റെ വൃത്തികെട്ട സ്വഭാവം കൊണ്ട്, അവൻ്റെ ലഹരി ഉപയോഗം കൊണ്ട്, അവൻ്റെ വേണ്ടാത്ത കൂട്ടുകെട്ട് കൊണ്ട് ഒരു സമാധാനവും മകൾക്ക് ആ വീട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ വേദന. അതുകൊണ്ടാ മുത്തനബി പറയുന്നത്, വിവാഹാഭ്യർത്ഥനയുമായി വരുന്നവനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിച്ചു നോക്കുമ്പോൾ അവന്റെ ദീനും അവന്റെ സ്വഭാവവും നിങ്ങൾക്ക് സംതൃപ്തിയായി. നാട്ടിൽ അന്വേഷിച്ചു നോക്കുമ്പോൾ നല്ല വർത്താനം, അവന്റെ സ്വഭാവത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ എങ്കിൽ ഫസവ്വിജൂഹു, അതാണ് നിങ്ങൾ മാനദണ്ഡമാക്കേണ്ടത്. അവന് വിവാഹം ചെയ്തു കൊടുക്കൂ. ഇല്ല, അതല്ല നിങ്ങൾ നോക്കുന്നത്, അവന്റെ സാമ്പത്തിക ശേഷിയാണ് നിങ്ങളുടെ ലക്ഷ്യം, അതാണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ സഹോദരാ, തകും ഫിൽ അർളി ഫസാദുൻ നരീൽ, വ്യാപകമായ ഫസാദുകളാണ്, കുഴപ്പങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. പ്രശ്നം സമാധാനം കിട്ടൂല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
പിന്നെ പലപ്പോഴും പഞ്ചായത്ത് പറയും അവസാനം ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നീറിപ്പുകഞ്ഞ് കഴിയേണ്ട ഒരവസ്ഥയിലെത്തും. അള്ളാഹുവേ, ആ നിലയിലൊക്കെ പ്രയാസപ്പെടുന്നവർ ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടെങ്കിൽ ഈ 10,000-കണക്കിന് മുഅ്മിനീങ്ങൾ പറയുന്ന ആമീന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ ഖൈറായ നിലയിൽ പരിഹരിക്കണമേ റബ്ബേ, പരിഹരിക്കണമേ റബ്ബേ. അപ്പോൾ തൻ്റെ മകൾക്ക് വരനായി സ്വീകരിക്കുന്നവൻ ദീനുള്ളവനാവണം, സ്വൽസ്വഭാവിയാവണം. അല്ലെങ്കിലുള്ള പ്രശ്നം, ഇതിൽ ജനിക്കുന്ന കുട്ടികൾ പോലും ഖൈറിന്റെ അഹ്ലുകാരായി മാറില്ല. ബാപ്പ തമ്മാടിയാണെങ്കിൽ സ്വാഭാവികമായും ആ ഒരു ലെവലിലേക്കാണ് മക്കൾ പോവുക. അങ്ങനെയാണ്, ആ ഒരു ലെവലിലേക്കായിരിക്കും സ്വാഭാവികമായും മക്കൾ പോകുക. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. ഭർത്താവ് ദീനുള്ള ഭർത്താവണം. ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോഴും റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മുതൽ നോക്കുന്ന ആളുകളുണ്ട്, നോക്കിക്കോളൂ, പറ്റ നോക്കണ്ടെന്ന് പറയുന്നില്ല, മുതൽ നോക്കണ്ടേ, മുതലും നോക്കണം. തീരെ മുതൽ നോക്കിയിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനർത്ഥങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇണയെ അന്വേഷിക്കുമ്പോൾ സാമ്പത്തികമായി നമ്മളോട് കിടപിടിക്കുന്നവരായാൽ അൽഹംദുലില്ലാ റാഹത്ത്. പിന്നെയോ തറവാട് നോക്കണ്ടേ, തറവാട് നോക്കണം. തറവാടൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കുടുംബം ഏത് എന്നത് വലിയ വിഷയം തന്നെയാണ്, അതും നോക്കണം. വലിയ ജമാലിഹ, സൗന്ദര്യം നോക്കണ്ടേ, സൗന്ദര്യവും നോക്കണം. സൗന്ദര്യം മാത്രം നോക്കരുതെന്ന് നേരത്തെ പറഞ്ഞത്. സൗന്ദര്യം നോക്കണ്ടേ, സൗന്ദര്യം നോക്കണം. കാരണം ഇവന് മനസ്സിന് സംതൃപ്തിയുള്ള ഒരു പെണ്ണാണെങ്കിലേ ആ പെണ്ണുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകൂ. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനർത്ഥങ്ങൾ ഉണ്ടാകും. അതേ പ്രകാരം അവൾക്ക് സംതൃപ്തിയുള്ള വരനാവണം, എങ്കിലേ റാഹത്തുള്ള നിലയിൽ ആ ജീവിതം മുന്നോട്ട് പോകൂ. അത് നോക്കണ്ടേ, സൗന്ദര്യം നോക്കണം. പക്ഷേ സൗന്ദര്യം മാത്രം നോക്കരുത്. വലിയ ദീനിഹ, ദീനിന് വേണ്ടിയും നിക്കാഹ് ചെയ്യപ്പെടാറുണ്ട്. റസൂൽ പറയാണ്, 4 കാര്യങ്ങൾക്ക് വേണ്ടി സാധാരണ നമ്മുടെ നാട്ടിൽ നിക്കാഹ് നടക്കാറുണ്ട്. പണത്തിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, തറവാടിന് വേണ്ടി, ദീനിന് വേണ്ടി. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം നോക്കിക്കോളൂ. എന്നാൽ കാതൽ ദീനാണ് അടിത്തറ. ദീനിന്റെ കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ കൊണ്ടാണ് നിങ്ങൾ വിജയിക്കേണ്ടത് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതോർക്കണം. കാരണം ഇവന്റെ കുഞ്ഞ് ആ പെണ്ണിലാണ് ജനിക്കുന്നത്. സ്വാഭാവികമായും ആ പെണ്ണിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് കിടക്കുമ്പോൾ ആ കുഞ്ഞിന്റെ കൾച്ചറും സംസ്കാരവും സ്വഭാവവും ഒക്കെ ഇവളെങ്ങനെയാണോ അതിനനുസരിച്ച് മാറും, അതിനനുസരിച്ച് മാറ്റമുണ്ടാകും. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷകരമായ ജീവിതം കിട്ടാൻ ഉതകുന്ന വിധത്തിലുള്ള ഇണയാവണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, 4 സൗഭാഗ്യങ്ങളുണ്ട്. മന്നുഅതിയഹുന്ന, അതൊരാൾക്ക് നൽകപ്പെട്ടാൽ ഫഖദ് ഉഅതിയ ഖൈറൈദ് ദുനിയാ വൽ ആഖിറ. 4 ഗുണങ്ങൾ, ഒരാൾക്ക് ആ 4 ഗുണങ്ങൾ നൽകപ്പെട്ടാൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഖൈറും അവർക്ക് കിട്ടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4 കാര്യങ്ങൾ. മന്നുഅതിയഹുന്ന, ഒരാൾക്കത് നൽകപ്പെട്ടാൽ ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഖൈറും അവർക്ക് കിട്ടി. ഏതൊക്കെയാണ് ആ 4 ഗുണങ്ങൾ? ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, 1 ലിസാനൻ ദാകിറ, ദിക്ർ ചൊല്ലാനുള്ള തൗഫീഖുള്ള ഒരു നാവ്. നയോ വഖൽബൻ ഷാകിറ, ഇലാഹായ റബ്ബിന് ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ എന്തൊക്കെയുണ്ടോ ആ നിഅമത്ത് ഉൾക്കൊണ്ടതിന് നന്ദി ചെയ്യാനുള്ള ഒരു മനസ്സ്, അങ്ങനെ ഒരു ഹൃദയം. പിന്നെയോ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും അത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു ശരീരം. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ഇതുകൊണ്ട് എനിക്ക് ഖൈറേ കൂടൂ എന്ന ലക്ഷ്യത്തോടുകൂടെ ക്ഷമിക്കാനുള്ള ഒരു ശരീരം. പിന്നെയോ ദീനിന്റെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇണയെ കിട്ടിയാൽ
ദീനിയായ കാര്യത്തിൽ നിങ്ങൾക്ക് സഹായകമാകും. നിങ്ങളോട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയും, നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയും, ഖുർആനോത്തിന്റെ പ്രാധാന്യം പറയും, സ്വൽസ്വഭാവത്തിന്റെ പ്രാധാന്യം പറയും. പിണങ്ങി നടന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. ഇങ്ങനെ എല്ലാ വിഷയത്തിലും നിങ്ങളുടെ ദുന്യവിയും ഉഖ്റവിയുമായ വിജയം കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് സഹായകമാകുന്നൊരു ഭാര്യയെ, ഭർത്താവിനെ, ഇണയെ, തുണയെ കിട്ടിയാൽ ഇത് അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. എല്ലാ ഖൈറും അവർക്ക് സംഗമിച്ചു എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദീനിന് പ്രാധാന്യം കൊടുക്കണം. പറഞ്ഞതിന്റെ ആകത്തുകയതാണ്. പിന്നെ അടുത്ത ബന്ധങ്ങളിൽ നിന്ന് നിക്കാഹ് ചെയ്യാതിരിക്കലാണ് ഖൈറ്. ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അടുത്ത കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഇണയെ, തുണയെ തെരഞ്ഞെടുക്കാതിരിക്കലാണ് ഖൈറ്. സഹോദരി സഹോദരന്മാരുടെ മക്കൾ പരസ്പരം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക. ജ്യേഷ്ഠന്റെ മകൻ അനുജന്റെ മകളെ വിവാഹം ചെയ്യുക. ചെയ്തൂടെ? തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. ജ്യേഷ്ഠന്റെ മകന് അനുജന്റെ മകളെ വിവാഹം ചെയ്യാം. ശറയിൽ തെറ്റുണ്ടോ? ശറയിൽ തെറ്റില്ല. അവർ തമ്മിൽ തൊട്ടാൽ ഉളൂ മുറിയില്ലേ? അവർ തമ്മിൽ തൊട്ടാൽ ഉളൂ മുറിയും, വിരോധമില്ല. എന്നാൽ അതത്ര നല്ലതല്ല. അത് പിന്നീട് പലതരത്തിലുള്ള പ്രയാസങ്ങൾക്കും കാരണമാകും. അതൊഴിവാക്കലാണ് നല്ലത് എന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ബന്ധങ്ങളിൽ നിന്ന് വിവാഹം ഒഴിവാക്കലാണ് ഖൈറ്. അതുപോലെ നമ്മൾ നിക്കാഹ് ചെയ്യുമ്പോൾ, ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ അവരെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. എന്താണ് അവരുടെ ആദർശം, എന്താണ് അവരുടെ വിശ്വാസം എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നോടൊരിക്കൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ്, എൻ്റെ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞു, പക്ഷെ ഇപ്പോൾ ചെറിയ പ്രശ്നത്തിലാണ്, വിഷമത്തിലാണ്. എന്തേ കാര്യം എന്നറിയോ? അവള് ഒളുവെടുത്ത് വരുമ്പോൾ ഇവൻ അവളെ പോയിട്ട് തൊടും. എന്നിട്ട് അവൻ പറയും, ഞാൻ തൊട്ടാൽ നിന്റെ ഉളു മുറിയില്ല. അവൻ ആ നിലയിൽ ബിദ്അത്തിന്റെ വിശ്വാസം വെച്ച് പുലർത്തുന്നവനാണ്. അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളുമായി നടക്കുന്നവർ പലരും സമൂഹത്തിലുണ്ടല്ലോ. ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങളുമായി നടന്നോട്ടെ, ശരി, ആരെയും ആക്ഷേപിക്കണ്ട. പക്ഷെ ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശമുണ്ട്, നമുക്ക് നമ്മുടെ ഒരു ആദർശമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തൊട്ടാൽ ഉളു മുറിയുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഷാഫി മദ്ഹബിന്റെ അഹ്ലുകാരാണ്. അതാണ് നമ്മളുടെ വിശ്വാസം. നമ്മൾ നമ്മളുടെ മകളെ ഈ വിശ്വാസമൊന്നുമില്ലാത്ത ഒരാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു. പിന്നീട് അവൾ അവന്റെ ഭാര്യയാണ്. പക്ഷെ അവന് ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയില്ല എന്നാണ് അവന്റെ വിശ്വാസം. ഇവൾ ഒളു എടുത്തു വരുമ്പോൾ അവൻ പോയി തൊടും. അങ്ങനെ അത് വലിയ പ്രശ്നമായി, വലിയ പൊല്ലാപ്പായി, ബന്ധം വേർപിരിയേണ്ടടുത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അതിപ്പോ സാരല്ല, ഒക്കെ മുസ്ലിമീങ്ങൾ തന്നെയാണല്ലോ, അതുകൊണ്ട് അങ്ങനെയൊന്നും നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബ ജീവിതം എന്നത് അത് മരണത്തോടുകൂടെ മാത്രമേ അങ്ങോട്ട് വേർപിരിഞ്ഞു പോകാവൂ. ആ നിലയിലാവണം. ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അതിന്റെ പൊല്ലാപ്പുകൾ വന്നാൽ അതിന് ഉത്തരവാദി ഇതിനൊക്കെ മുന്നിൽ നിന്നത് ചെയ്തു കൊടുത്ത മാതാപിതാക്കളായിരിക്കും. ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ കാര്യത്തിലും ഖൈർ തിരഞ്ഞെടുക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. എല്ലാ കാര്യത്തിലും ഖൈറിന്റെ കൂടെ നിൽക്കാനും ഖൈറിലേക്ക് അടുക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ.